പാലക്കാട് വിരണ്ടോടിയ എരുമ ഹോട്ടലിലേക്ക് ഓടിക്കയറി. നഗരത്തിലുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് എരുമ ഓടിക്കയറിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് എരുമയെ പിടികൂടി. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവര് ഇവിടെ ഒരു കാട്ടുപോത്ത് ഓട്ടോയൊക്കെ ഇടിച്ചിട്ട് ഒരു പോത്ത് ഇതിനകത്ത് വന്ന് നിൽക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ വന്നു. അപ്പോൾ തന്നെ ഈ ഹോട്ടലിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു, ആ കോർണറായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു റോപ്പൊക്കെ ഇട്ടിട്ട് പിടിക്കുക അവിടെ നിന്ന് നോക്കി. പക്ഷേ അവിടെ നിന്ന് അതിഭീകരമായിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് ഞങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഈ സാറിന്റെ നേരെയാണ് പോത്ത് ഓടി വന്നത്. ഈ മതിലിന് മേളിൽ നിന്ന് ഈ കഴുത്തിൽ കുരുക്കിടാൻ നോക്കിയ സമയത്ത് നല്ല സ്പീഡിന് ഓടി വന്ന് സാറ് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഓടി വന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മതിൽക്കെട്ടിന് ഉള്ളിൽ കയറി അവിടുന്ന് ചാടി നോക്കിയപ്പോൾ പക്ഷേ ഗേറ്റ് അവിടെ അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് നേരെ കൂടി വന്ന് ഈ ഒരു കോർണറിൽ വന്ന് നിന്നു. ഈ കോമ്പൗണ്ട് അകത്ത് പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും സേഫായിട്ട് നമുക്ക് അതിനെ പിടിക്കാൻ കിട്ടിയത്. വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേർന്നുണ്ട്. ഗോകുൽ, ഈ എരുമ എപ്പോഴാണ് ഈ ഹോട്ടലിലേക്ക് എത്തിയത്? കൃത്യസമയത്ത് തന്നെ ഈ ഫയർഫോഴ്സിനെയും വിളിക്കാൻ സാധിച്ചിരുന്നോ? അതായത് ഇന്ന് രാവിലെ 5 മണിക്കാണ് പോത്ത് ഈ കടയിൽ നിന്ന്, അറവുശാലയിൽ നിന്ന് വിരണ്ടോടിയത്. വഴിയിലൂടെ ഓടി ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്ക്, നഗരത്തിലെ ഹോട്ടലിലേക്ക്, പ്രധാന ഹോട്ടലാണ്, ആ ഹോട്ടലിലേക്ക് കയറുകയായിരുന്നു. ആ കോമ്പൗണ്ടിൽ വെച്ചാണ് പോത്തിനെ തളച്ചത്. പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി പോത്തിനെ തളയ്ക്കുകയായിരുന്നു. ആദ്യം കൊമ്പുകളിൽ വടം കെട്ടി, അതിനുശേഷം കാലുകൾ ബന്ധിപ്പിച്ചാണ് പോത്തല്ല, എരുമയെ തടഞ്ഞത്. അങ്ങനെ അതിന്റെ ഒരു ഓട്ടം കുറയ്ക്കുകയും പിന്നീട് അതിനെ കിടത്തുന്ന ഒരു സ്ഥിതി വന്നു. ഇനി വെറ്റിനറി സർജൻ എത്തി ഇതിനെ മയക്കിയതിനു ശേഷം മറ്റൊരു കേന്ദ്രത്തിലേക്ക് എരുമയെ മാറ്റും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 5 മണിക്കാണ് ഈ എരുമയെ അറവിനായി കൊണ്ടുവന്നത്. അതിനിടയിൽ വെച്ച് എരുമ വിരണ്ട് ഓടുകയായിരുന്നു. ഈ വഴിയിലൂടെ ഓടുമ്പോൾ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. അതിനുശേഷം ഈ ഹോട്ടലിന്റെ പ്രദേശത്തേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന 2 ബൈക്കുകൾ ചവിട്ടി ടുകയും ചെയ്തു. പക്ഷെ ഉടൻ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എത്തി ഈ എരുമയെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങളൊന്നുമില്ലല്ലോ അല്ലേ ഗോകുൽ? കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല. ഈ എരുമ ഓടുന്നതിനിടയിൽ ഒരു ഓട്ടോയിൽ ഇടിച്ചിട്ടുണ്ട്, അതിന്റെ മുൻഭാഗം ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു പൊട്ടൽ അതിന്റെ മുഖത്ത് കാണാൻ കഴിയും. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള നാശനഷ്ടങ്ങളോ കാര്യമായ വലിയ പ്രശ്നങ്ങളോ എരുമ ഉണ്ടാക്കിയിട്ടില്ല. ശരി ഗോകുൽ.